ഹായ് ഫ്രണ്ട്സ്, ഇതെൻ്റെ കഴിഞ്ഞ കൊട്ടിയൂർ വീഡിയോയുടെ കണ്ടിന്യൂവേഷനാണ്. ഞാൻ പറഞ്ഞില്ല ഇക്കരെ കൊട്ടിയൂർ ഇത് അടച്ചിട്ടേക്കുവാണ്. അതുകൊണ്ട് ഞങ്ങൾ ദർശനമൊന്നും നടത്താൻ പോയില്ല. അടച്ചിട്ടേക്ക് ദർശനം നടത്താൻ പാടില്ലല്ലോ, അക്കരെ കൊട്ടിയൂർ അടയ്ക്കും. ഇത് ഓടപ്പൂവാണ്. അവിടുന്ന് ദർശനത്തിന് വരുന്ന എല്ലാവരും വാങ്ങിച്ചുകൊണ്ട് പോയി അവരവരുടെ വീടിൻ്റെ ഫ്രണ്ടിലും കാറിലും ഒക്കെ തൂക്കുന്ന ഒരു സാധനമാണ്. ഇത് ഓടമരത്ത് ചീകി ഉണ്ടാക്കുന്നതാണ്. ഞാൻ അവരോട് ചോദിച്ചൊന്ന് കാണിക്കാൻ വന്നു. അപ്പോൾ ദാണ്ട് അവിടെ ഇരുന്ന ഒരാൾ ഈ ഓടപ്പം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ എന്നോട് പറഞ്ഞു, ഇതാ നോക്കിക്കോളൂ, ഇങ്ങനെയാണ് അതിൻ്റെ മരമാണ്, മരച്ചില്ലകളായിരിക്കും. അതിങ്ങനെ വെട്ടിക്കൊണ്ട് വന്നുകൊണ്ട് പുള്ളിയുടെ അടുത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിങ്ങനെ ചീകിയാണ് ഉണ്ടാക്കുന്നത്. അത് നമ്മുടെ മഹർഷിയുടെ ഒരു താടി എന്നുള്ള സങ്കല്പമാണ്. താടി പറിച്ച് എറിയുന്ന ഒരു സങ്കല്പമായിട്ടാണല്ലോ. ശരിക്കും കൊട്ടിയൂരിൻ്റെ കഥയൊക്കെ നിങ്ങൾക്കറിയാമല്ലോ. ലക്ഷ്യാഗം നടന്ന സ്ഥലമാണ്. സതീദേവി മരിച്ചപ്പോൾ ശിവൻ കോപിഷ്ഠനായി വീരഭദ്രനെയൊക്കെ വിറ്റ് ഇങ്ങനെ മഹർഷിമാരുടെ താടിയൊക്കെ വലിച്ചെറിഞ്ഞു. അപ്പോൾ അത് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ തൂക്കുന്നതും നല്ലതാണ്. അതുകൊണ്ട് ഞാനും വാങ്ങിയിട്ട് വന്നു. പിന്നെ രണ്ടാമത്തെ ദിവസം ദർശനം കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരികെ വരുവാണ്. നല്ല ക്രൗഡാണ്. രണ്ടാമത്തെ ദിവസം അടയ്ക്കുന്ന ദിവസമായതിനാൽ ലേഡീസിൻ്റെയൊക്കെ ഭയങ്കര ക്രൗഡായിരുന്നു. എൻ്റെ ചുറ്റും ഉള്ള അപ്പം അരവണിയും ഒക്കെ കൊടുക്കുന്ന സ്ഥലങ്ങളും പായസം കൊടുക്കുന്ന സ്ഥലങ്ങളും വഴിപാട് എഴുതുന്ന സ്ഥലങ്ങളും എല്ലാം ഓല മേഞ്ഞതാണ്. കാര്യം ഇതൊരു ടെമ്പററി അറേഞ്ച്മെൻ്റാണ്. ഇത് കഴിഞ്ഞിട്ട് ഇവിടെ ഒന്നും കാണില്ല. അതുകൊണ്ടാണ്. ഇതാണ് ഇക്കരെ കൊട്ടിയൂരിൽ ആൾക്കാർ കാണാൻ വേണ്ടി പോകുന്നുണ്ട്. പക്ഷേ അവിടെ നടയെല്ലാം അടച്ചിട്ടേക്കുവാണ്. ഞങ്ങൾ ദർശനം എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ താമസിക്കുന്ന ദേവസ്വത്തിൻ്റെ ഗസ്റ്റ് ഹൗസിലോട്ട് പോകുവാണ്. പിന്നെ അവിടെ പോകുന്ന വഴി എല്ലായിടും അന്നദാനം, സേവാഭാരതിയുടെ അന്നദാനം കൊടുക്കുന്ന സ്ഥലത്തു നിന്നാണ് ഞങ്ങൾ അങ്ങോട്ട് പോയപ്പോഴും ഇങ്ങോട്ട് വന്നപ്പോഴും ഫുഡൊക്കെ കഴിച്ചത്. ഒരുപാട് അന്നദാന കൗണ്ടർ അവിടെ പല ഭാഗത്തായിട്ടുണ്ട്. പിന്നെ അമ്പലത്തിനോട് ചേർന്ന് വലിയ ഹോട്ടലുകളും റെസ്റ്റോറൻറ്റുകളും ഒന്നുമില്ല. ഞങ്ങൾ മുറിയിലാണ് ഗസ്റ്റ് ഹൗസിൽ താമസിച്ചത്. വളരെ നല്ലതായിരുന്നു. എല്ലാവരും നല്ല കോപ്പറേറ്റീവൊക്കെ ആയിരുന്നു. പിന്നെ നമ്മൾ മറ്റുള്ള ഇതിൽ പോകുന്ന മാതിരി വലിയ പ്രതീക്ഷയോടൊന്നും പോകരുത്. കാര്യം എന്താ വെച്ചാൽ ടെമ്പററി ആയിട്ടുള്ള അറേഞ്ച്മെൻ്റാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള ഹോട്ടലുകളാണ് അവിടെ ഉള്ളത്. നമ്മൾ ഭഗവാനെ ദർശിക്കാൻ പോലെ. അപ്പം ഞങ്ങൾ കുറേ സ്നാപ്സൊക്കെ എടുത്തു. ഞങ്ങളുടെ ഇത് രേണുജി മോളുമാണ് കൂടെയുള്ളത്, മറ്റേത് നമ്മളുടെ ശോഭ. അപ്പം ഞങ്ങൾ ആറ്റുതീരത്തൊക്കെ നിന്ന് 2-3 ഫോട്ടോ എടുത്തത് നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്യും. ഇത് അമ്പലത്തിന് ഞാൻ പ്രദക്ഷിണം വെക്കുവാണ്. ഞങ്ങൾ എന്നിട്ട് തിരിച്ച് വന്ദേ ഭാരതിന് എറണാകുളത്തോട്ട് വരുവാണ്. എല്ലാവർക്കും താങ്ക് യു.